ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര മൂഡിലാട്ടോ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അമ്പൂട്ടനെ ഡിപ്പെൻഡ് ചെയ്തൊരു ചലഞ്ചാണ്. നിങ്ങൾ തമിഴിനെ കണ്ടതുപോലെ തന്നെ 24 മണിക്കൂറും വരുന്നത് നമ്മൾ അമ്പൂട്ടന്റെ ഫുഡ് മാത്രമായിരിക്കും കഴിക്കുന്നത്. ഇന്ന് വേറെ ഒന്നും വേവിക്കത്തില്ല. നിന്റെ കുറുക്കള് സ്റ്റാർ അവനാ, ഇന്നത്തെ സ്റ്റാർ അവനാ, എന്നാൽ ഇന്നത്തെ മെയിൻ സ്റ്റാർ അവനാ. എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മൾ ഇന്ന് രാവിലെ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇന്ന് അമ്പൂട്ടന് കഴിക്കുന്ന കുറുക്കല്, ഇന്ന് സാധാരണ ദിവസങ്ങൾ നമ്മൾ അവന് ഒരു നേരം ഒറ്റ ഫുഡൊക്കെ കൊടുക്കാറുള്ളൂ അല്ലേ, ബാക്കി അവള് ബ്രസ്റ്റ് ഫീഡാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് അങ്ങനല്ലേ, നമ്മൾ വീഡിയോ കൂടി എടുക്കുന്നത് കൊണ്ട് നമ്മൾ സ്പെഷ്യൽ ഐറ്റംസ് അമ്പൂട്ടന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. നിനക്കിന്ന് കോളാണ് കേട്ടോ. അപ്പൊ നമ്മളിത് കുറുക്കൽ നമ്മൾ അവനെ അന്ന് കൊടുത്തതാണ്. അന്ന് അല്ല, 2-3 ദിവസമേ കൊടുത്തുള്ളൂ. പിന്നെ അങ്ങ് മഴയായി, പിന്നെ കുഞ്ഞിനും വയ്യാതായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. അപ്പൊ നമ്മള് ഒരു അടി കിട്ടി കേട്ടോ അമ്പൂട്ടന്റെ കയ്യിൽ. ഇന്നലെ നമ്മൾ മാളിൽ പോയപ്പോ അമ്പൂട്ടൻ എന്റെ ഫോൺ നല്ല പൊക്കപ്പുറത്തുനിന്ന് ഒറ്റ, ഞാൻ എന്റെ ഫോൺ ഇന്നലെ തൊലഞ്ഞെന്ന് ഞാൻ വിചാരിച്ചു. കാരണം 3ാമത്തെ നിലയിൽ താഴെ വന്നെന്ന് വിചാരിച്ചു. കാരണം ആ ഷോട്ടിനാണ് അവൻ അടിച്ചിട്ടത്. തട്ടിയിട്ട് തറ വീണപ്പോഴേ ഞാൻ അവനെ നോക്കിയപ്പോ ഇവൻ കരയുക. അവൻ തറ വീണൊക്കെ അവൻ കരയുന്ന ഉടായിപ്പണാണ് നീ കേട്ടോ. നീ ഭയങ്കര ഉടായിപ്പായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ അതുപോലെ ഇപ്പൊ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് അങ്ങ് നമുക്ക് മാറാൻ പറ്റത്തില്ല. ഇപ്പം കരയും, അങ്ങനെ പുതിയ ശീലങ്ങളാണ്, കരയും. അപ്പൊ ഗൈസ്, നമ്മുടെ ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ ചലഞ്ച് നമ്മൾ പറഞ്ഞ പോലെ 24 hours only eating baby food ചലഞ്ച് ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അച്ഛനും അമ്മയ്ക്ക് ഇച്ചിരി അടിയേട്ടാ. ഇപ്പൊ ഇവിടെ പിടിക്കുക, എന്റെ ഇവിടെ രോമമില്ല, എല്ലാം അവന്റെ വരണ്ട വിടത്തില്ല. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്, നമ്മുടെ ചലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിക്കാൻ പോവും. ലെറ്റ്സ് ഗോ ഈറ്റ് ഫുഡ്. ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കുന്നോണ്ട് ഞാൻ ഏട്ടൻ രാവിലെ നമുക്ക് പാലും ഉണ്ട്. 2 പാല്, മറ്റേ പാല് കൊടുത്തു തുടങ്ങി. മറ്റേ പാല് നമുക്ക് അവൻ പാല് കുടിക്കുന്നോണ്ട് നമുക്ക്, എനിക്കും അല്ല. അത് മതി, പാല് തരാം. എന്ത് ചെയ്യുന്നു? അവനെ പഴം പുഴുങ്ങിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണ്ട. സ്പൂണിന്ന് കിട്ടി എന്തെങ്കിലും കൈ കൊടുത്താ ഇത് ഇഷ്ടമാണ്. അവനറിയാം ഇത് ഫുഡ് കൊടുക്കുന്ന സ്പൂണാണ്. അതില് കറുത്ത അരി ഉണ്ടല്ലോ, അതെടുത്ത് കളഞ്ഞ് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് കൊടുക്കാം. എനിക്ക് മിക്സിയിൽ അടിച്ചിട്ട് മതി. നമുക്ക് മിക്സിയിൽ അടിച്ചിട്ടാ. അയ്യേ, പിന്നെ അവൻ കഴിക്കുന്ന അതേ കഴിക്കണം. അവൻ കഴിക്കുന്ന ഫുഡ് കഴിച്ചപ്പോ അതുപോലെ കഴിക്കണമെന്നുണ്ടോ? അതുപോലെ കഴിക്കണം, അതാണ് ചലഞ്ച്. സീരിയസ് ആയിട്ട് അതേപോലെ കിണ്ണത്തി എനിക്കും കൊണ്ടു തരണം. ഇന്ന് അമ്പൂട്ടനാ മൊത്തം തിന്നില്ലേലാ. ഞാൻ ഇന്ന് അമ്പൂട്ടനാ. നമ്മൾ സെയിം പിച്ച. അതുപോലെ എനിക്ക് തിന്നിട്ട് വയറ് കുത്തില്ല, ഞാൻ അവന്റെ നേരത്ത് തിന്നും. അങ്ങനെ കൊണ്ട് നമ്മൾ ഇന്ന് ഒരു പൊളി പൊളിക്കും. അമ്പു, നമ്മൾ ഇന്ന് ഒരു പൊളിയൊക്കെ പൊളിക്കും. ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റിന് ടൈമായി സുഹൃത്തുക്കളെ. പഴം പുഴുങ്ങിയത്, പഴം പുഴുങ്ങി ഉടച്ചില്ലേ. അവന് കൊടുക്കുന്ന പോലെ കൊടുക്കണമെന്ന്. എനിക്ക് പിള്ളേരെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. ഇതിനും അകത്തുള്ളതൊരു പിഞ്ച് ബാല്യമാണ്. അപ്പൊ എന്താ ആസ്വദിച്ച് കഴിക്കുന്നു നോക്ക്. ടേസ്റ്റ് ഉണ്ടാകുമ്പോ, പക്ഷെ വലിയ ഗുണമൊന്നും ഇല്ലടാ നീ ഇങ്ങനെ കഴിക്കുന്നത്. പിന്നെ അവൻ തിന്നുന്നല്ലേ എടുക്കണ്ടേ, നമ്മൾ എടുക്കണ്ടേ. അയ്യോ അയ്യോ. ഗൈസ്, അവൻ പാല് കുടിക്കുന്നുള്ളൂ, ഞാനും കുറച്ച് പാല് കുടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്യട്ടെ സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഇനി അടുത്ത് എന്താണ് അടുത്ത ലഞ്ചിനുള്ള പരിപാടി? ലഞ്ചിന് നമുക്ക് ചോറുണ്ടാക്കാം. ചോറ്, അവന് ചോറാണ് കൊടുക്കുന്നത്. ചോറ് അവന് കൊടുക്കുന്ന എന്താണോ കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ ഏട്ടന് തരും. ഏട്ടൻ നിന്ന് പട്ടിണി അല്ലാതെ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി തോനെ ഉണ്ടാക്കണേ. അപ്പൊ നമ്മൾ അവന് ബ്രോക്കോളിയൊക്കെ വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ട് ബ്രോക്കോളിയും ഇച്ചിരി നെയ്യും അവിച്ച ചോറ് കുക്കറിലിട്ട് പുഴുങ്ങി ഇടിച്ച്
എന്നിട്ട് അവനെ കുളിപ്പിക്കണം. ഇന്ന് രാവിലെ കുളിപ്പിക്കണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ട് കുളിപ്പിക്കാൻ പറ്റിയില്ല. ഉണ്ടാക്കിയിട്ട് കുളിപ്പിച്ചിട്ട് ഫുഡ് കൊടുത്തിട്ട് അവ ഉറങ്ങും. അപ്പൊ നമുക്ക് ഉറങ്ങണം. അവന്റെ കൂടെ അവൻ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ അവൻ ലാസ്റ്റ് അവൻ കളിക്കുമ്പോ അവന്റെ കൂടെ കളിക്കും. അവനെ കുളിപ്പിക്കുന്ന പാളക്കേറ്റ് എന്നെ കുളിപ്പിക്കണം. ആ സ്ലാവിലോട്ട് കിടക്കണം. ഞാൻ എണ്ണയൊക്കെ തേച്ച് കാലൊക്കെ പിടിച്ചില്ലേ അമ്പു. റെഡി ഡെഡി പോവാം. ഭയങ്കര ചിരി അമ്പു കേട്ടോ. ഇത് ഭയങ്കര മൂടാ. ഇന്ന് അവന്റെ ഫുഡ് ഉമ്മ കൊടുക്കണം അമ്മയ്ക്ക്. എടി പോടി അമ്മേ. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് നമ്മള്. നിന്നെ തന്നെ നിനക്ക് കാണണം. നോക്ക്, നീ എന്റെ ബ്യൂട്ടിയാണ്. നോക്കി അങ്ങോട്ട് നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. അമ്പു നമ്മുടെ അത്രയായി. അമ്പു ഇപ്പൊ നമ്മളെ അത്രയായി. അതുകൊണ്ട് അമ്പു തിന്നുന്ന ഫുഡ് നമ്മളും തിന്നുന്നത്. അമ്പു നോക്കുമ്പോ ഇങ്ങോട്ട് എത്തി നോക്കുന്നത്. നോക്കുമ്പോ ഉമ്മ കടി 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 കടി. അപ്പൊ ഗൈസ് വാ, നമുക്ക് അടുത്ത ഫുഡ് ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. ഹലോ, ഇങ്ങനെ ഇരുന്നാ പറ്റത്തില്ല. ബാ ഉണ്ടാക്കാം. എനിക്ക് വയറ് വിശക്കുന്നു. ഇവന്റെ മുഖം ഒന്നും ഇങ്ങനെ വളിച്ചിരിക്കണേ. നിനക്ക് ഇപ്പോട്ടാടാ. പോടാ ഇവിടുന്ന്. അയ്യോ, വണ്ടി ഓടിക്കാൻ തുടങ്ങി. നമ്മളിപ്പോ ഇത്രയും നേരം നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഭയങ്കര കരച്ചിലായിരുന്നേ. കാറിനകത്തോട്ട് കേറുവോ അപ്പം തുടങ്ങും നല്ല ചിരിയും കളിയും. ഗൈസ്, അപ്പൊ നമ്മൾ ലഞ്ചിന് എന്തൊക്കെ ആയിട്ടാണ് ബ്രദറെ വേണ്ടത്? ആദ്യം അരി കഴുകിയേ കുക്കറിലോട്ട് ഇട്ടോളൂ. ഞാൻ നാണ്ട അമ്പൂട്ടനെടുത്ത് എൻ്റെ ഒക്കത്തിരുത്തിയിട്ടുണ്ട്. ഇവിടെ മറ്റേ ബെൽറ്റൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരുത്തുമ്പോൾ നൈസാണ്. നമുക്ക് വീഡിയോ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ സാധനം നമ്മൾ വാങ്ങിച്ചെങ്കിലും ഇത് അധികം യൂസ് ചെയ്തിട്ടില്ല. എപ്പോഴും കാരണത്തായിരിക്കും നമ്മൾ വിചാരിക്കും. പിന്നെ ഇത് മാളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ചടങ്ങ ലാസ്റ്റ് ഇത് ചുമക്കേണ്ടി വരും. അപ്പൊ ഇതിനകത്ത് ഇരിക്കത്തുമില്ല. ഉറക്കം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അമ്മച്ചി കുക്ക് ചെയ്യുന്ന കണ്ടോണ്ടിരിക്കാം. ഇത്ര ആയിട്ടാണ് കേട്ടോ. ബ്രോക്കോളി, ക്യാരറ്റ്, ഉരുളൻ കിഴങ്ങ് ഇതെല്ലാം കൂടി വേവിക്കൂലേ? എന്നാ പിന്നെ ഇതും കൂടി ആ ചോറിൻ്റെ കൂടെ കുക്കറിട്ടും കടിച്ചാൽ പോരെ? ഓ അങ്ങനെയാണല്ലേ. ഓക്കെ, ഇനി അടുത്തെന്തുവാ? ഇതിപ്പോ ബിരിയാണി. ചിക്കൻ കൂടി ഇട്ടാ ചിക്കൻ ബിരിയാണി ആയി. വെജിറ്റബിൾ സോറി ക്യാരറ്റ് ഇട്ട് ചിക്കൻ ബിരിയാണി. ചിലര് പക്ഷെ ക്യാരറ്റ് ബിരിയാണിയിൽ ക്യാരറ്റ് ഇടും. ഇടുന്നവരുണ്ട്. ബ്രോക്കോളി നല്ല കേട്ടോ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എവന് ബ്രോക്കോളി ഫസ്റ്റ് ടൈമാണ് കൊടുക്കുന്നത്. അപ്പോ നമ്മൾ ബ്രോക്കോളി തിന്നും. ഈ അക്രമം എന്തോന്ന് അറിയാമോ ഗൈസ്? ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ക്യാമറ പിടിക്കാനുള്ള അക്രമമാണ്. കണ്ടോ കൈ പിടിച്ച് എന്റെ രോഗം പിടിച്ച് വലിക്കുന്നു. അടങ്ങി എന്താ ഇതിന്റെ മണ്ട ഇരിക്കുന്നുണ്ട്. കണ്ട കാലൊക്കെ ഇട്ട് ആട്ടി നമ്മൾ ഇരിക്കുന്നത്. പൊറ്റാറ്റോ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ടേസ്റ്റ് ഉണ്ടല്ലോ ഇല്ലല്ലോ അതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്താ പറയുക, ഇതില് ടേസ്റ്റ് ഇതിൽ ഉപ്പിടില്ല. കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സൊരു ഉപ്പ് കൊടുത്തുകൂടാ. അതുകൊണ്ട് ഉപ്പിടാൻ ഉണ്ടാക്കിയിട്ട് ഏട്ടന് വേണേ സെപ്പറേറ്റ് ഉപ്പിട്ട് തരാം. ഉപ്പില്ല, എനിക്ക് ഇതിൽ ചിക്കൻ പൗഡർ ഉപ്പൊക്കെ ഇടണം. അയ്യോ ഉപ്പ് ഇടത്തില്ല. ഉപ്പിടത്തില്ല പിള്ളേർക്ക്. ഒരു വയസ്സൊരു ഉപ്പ് കൊടുത്തുകൂടാ. ഓ പക്ഷെ എന്തപ്പോ ഒരു ടേസ്റ്റും ഇല്ലാതെ അവർ കഴിക്കുന്നില്ലേ. നമ്മള് പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അവർ കയറി പിടിക്കുന്ന ഓരോ കാര്യത്തിൽ. നമ്മളതുകൊണ്ട് അമ്പൂട്ടനെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറയുമായിരുന്നു. അതായത് അക്കിയുടെ ദേഹത്ത് ഇച്ചിരി ചൂടുവെള്ളം വേണ്ടിട്ടല്ലേ. ഒരു വയസ്സായപ്പോ വീണായിരുന്നു അങ്ങനെ. അത് പിന്നെ അടുക്കള കേട്ടല്ലേ ലാസ്റ്റ് അച്ഛൻ അത് പറയുന്നത്. ഞാൻ അമ്മയുടെ റൂമിലോട്ട് പോയപ്പോ അവര് വീഡിയോ കോൾ വിളിച്ച് കുഞ്ഞിനെ കാണിക്കുവോ. അന്നേരം ഇത് പറയുന്നേ കേൾക്കുന്നേ. അടുക്കളയിലൊന്നും കേട്ടല്ലേ. അല്ലെങ്കിലും പറയും, ഇവിടെ വരുമ്പോഴും പറയും. വഴക്കുറ ഇവിടെ അടുക്കള കുഞ്ഞിനെ അടുക്കള കേട്ടരുത്. ഓക്കെ, ചെറിയ ബ്രോക്കോളി കേട്ടോ. ഈ ബ്രോക്കോളിക്കും വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഈ സാധനത്തിന് അല്ലേ. പക്ഷെ ഹെൽത്തി പറയാം, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താ ഹെൽത്തി എന്തുവാ വൈറ്റമിൻസാ ഉള്ളത്? വലിയ സോണജി അല്ലേ, സോണജി എന്തൊക്കെയുണ്ട്. പ്രഗ്നന്റ് വുമൻസും കഴിക്കാനായിട്ട് ഞാൻ വെള്ളം മൊത്തം വിഷയം മാറ്റിയില്ലേ? ആ കുഴപ്പമില്ല, ഒഴിച്ചോ. കണ്ടുപിടിച്ചില്ലേ? എടി വെള്ളം കൂടി പോയടി. ഇല്ല, അരി ഇത്ര അവന് മാത്രം പോരല്ലോ, അരി നമുക്കൂടെ വേണ്ടി അരി ചിരിക്കാൻ വെച്ചിട്ടുണ്ട്. ആണോ? അപ്പൊ എന്തൊക്കെ ഇട്ടെന്ന് കൂടി പറഞ്ഞേ. റൈസ്, ക്യാരറ്റ്, പൊട്ടറ്റോ, ബ്രോക്കോളി. എത്ര? 3 ഐറ്റം, 4 ഐറ്റം. മഞ്ഞപ്പൊടി വേണ്ട, ഒന്നും വേണ്ട. കാശിന് കൊള്ളത്തില്ലല്ലേ? എടാ ഒന്നും ഇല്ലടാ അമ്പു. ഞാൻ ഇങ്ങനെ തിന്നത് ഉപ്പും ഇല്ല, മഞ്ഞളും ഇല്ല, എരിയില്ല, പുളിയില്ല. ഇത് എടുത്തിട്ട് ഇച്ചിരി നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഫ്രഷ് നെയ്യാട്ടോ. ഇത് എന്റെ ചേട്ടൻ വല്യമ്മയുടെ മോൻ, അവർക്ക് പശുവുണ്ട്. അങ്ങനെ നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ട് പാലീന്ന്
നെയ്യെടുത്ത് മിഷൻ വാങ്ങിച്ചില്ലേ? മിഷൻ വാങ്ങി, എത്ര കൊടുത്ത് മിഷൻ വാങ്ങി. ഇങ്ങനെ പാലിൽ നിന്ന് ഡയറക്റ്റ് നെയ്യ് എടുക്കുന്നത്. അങ്ങനെ തന്നു വിട്ടേ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിട്ട്. കുഞ്ഞിന് ഇരിക്കുന്നില്ല കൈസ്, ഇരിക്കുന്നില്ല. ഫോൺ കൊടുക്കത്തില്ല, ഫോണിൽ നമ്മൾ വേറൊന്നും ശീലിപ്പിക്കത്തില്ല. പക്ഷെ നമ്മൾ TV ഇട്ട് കൊടുക്കും കേട്ടോ. TV-യിൽ നമ്മൾ അവന് പാട്ടിട്ട് കൊടുക്കും, ഇല്ലേ? നല്ല പാട്ടുകൾ. മറ്റേ ഇപ്പം എണീറ്റ് നിൽക്കി നോക്ക്. കണ്ടോ എണീറ്റ് ഇപ്പം ഇങ്ങനെ നിന്നിട്ട് ഒറ്റ ചാട്ടം ഫ്രണ്ടിലോട്ട് അങ്ങ് ആടും. ആ ചാടുന്ന വഴിക്ക് എപ്പോഴും കരയും കേട്ടോ. നല്ല വീഴ്ചയാണ്, എവിടെയെങ്കിലും തട്ടുവാണെങ്കിൽ ഒറ്റ കീറ്റില്ല. പിന്നെ ഇത് അവൻ്റെ ഗത ഫേവറേറ്റ് ടോയ് കേട്ടോ. ഏത് കളഞ്ഞാലും ഇത് കളയൂല. ഇതിട്ടിട്ട് തറയിലിട്ട് അടിച്ചടിച്ച് സ്വന്തമായിട്ട് മോന്തക്കിട്ട് അടിക്കും, കരയും. അപ്പോൾ നമ്മളിവിടെ എപ്പം കിടത്തിയാലും ഒരു നിലവിളി ശബ്ദം ഒരു പെട്ടെന്ന് കേട്ടോണം. കാരണം എപ്പോഴാണോ കരയുന്നതെന്ന് അറിയത്തില്ല. ഒന്ന് ഈ ഗത എടുത്ത് സ്വന്തമായിട്ട് മോന്തക്ക് അടിക്കും. അവന് നിമിഷ നേരം കൊണ്ട് അങ്ങൊക്കെ പോകും, ഇതിൻ്റെ അടിയിലൊക്കെ പോകും. ഈ സറൗണ്ടിൽ ഫുള്ള് കളിക്കും. ഒരു ദിവസം നമ്മൾ നോക്കിയപ്പോൾ ഇതിനടിയിൽ കയറി. പിന്നെ നമ്മൾ മേളിലോട്ടൊക്കെ ഈ സെറ്റി നമ്മളാ ഈ ഒരു സ്റ്റെയറിൻ്റെ അവിടെയൊക്കെ ഇനി കുറച്ചും കൂടി ആകുമ്പോഴത്തേക്കും അവൻ അടക്കണം കേട്ടോ. അതൊക്കെ കുറച്ച് അവധ കഴിയുമ്പോൾ ചെയ്യണം. ഇപ്പം വേണ്ട, നിനക്കറിയാമേ എനിക്കിതൊന്നും കഴിച്ച വിശപ്പ് മാറുമായിരുന്നു. ചലഞ്ചാ ഈ കുറച്ച് തോനെ ക്വാണ്ടിറ്റി ചെയ്ത്. എനിക്ക് ഉപ്പിടാമേ, ഉപ്പിടണം. നീ ഉപ്പിടുന്നില്ലേ? ഉപ്പിടാതെ എങ്ങനെ കഴിക്കുന്നേ? അപ്പൊ അവൻ കഴിക്കുന്ന അല്ലാതെ ഇട്ടിട്ട് ഉപ്പിടാം. ഉപ്പ് കുറച്ച് കഴിയാൻ കേട്ടോ. ഇച്ചിരി ഉപ്പിടാം. നമ്മൾക്ക് ഉപ്പിടാതെ നമ്മളെ ശരീരത്തിന് ഉപ്പ് വേണം. ശരി, അത് ശരിയാ. ഇതെന്തു നിപ്പായി നിക്കുന്നമ്പോ? കൊള്ളാലോ. ആഹാ, അടിപൊളി, മിടുക്കൻ. ഇനി ഇരി. തവള. ഇത് തവള പോസ്. അമ്പുത്തവള. നിക്കമ്പു. ആ, അമ്മച്ചിയും കൂടിയല്ലോ. നടക്ക്. ഒയ്യോ പോയി. ഇപ്പൊ കൂരിയെ ശിഷ്പാക്ക കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കുളി ടൈം ആണ്. കയറി കിടക്കട്ടെ, ഞാൻ കമ്പ്യൂട്ടർ 24 hours ലിവിംഗിലേക്ക് ബേബി അല്ലല്ലേ? ഇത് ഇഷ്ടമല്ല കേട്ടോ. അവൻ കിടക്കുന്നതിനകത്തൊന്നും കിടക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ അവളെ അടുത്ത് കിടക്കുന്നവന് ഇഷ്ടമല്ല. പിന്നെയാണ് അവനറിയാം അവനെ പറ്റിയാ പറയുന്നത്. പോടാ അടുത്ത്. ഞാൻ ചില ദിവസങ്ങളിൽ ഇപ്പുറത്ത് ഇടയ്ക്ക് കിടക്കും കേട്ടോ, മൃദുലയുടെ അടുത്ത്. സമ്മതിക്കില്ല. എവളെ എന്റെ അടുത്തോട്ട് തിരിഞ്ഞിടക്കാൻ സമ്മതിക്കത്തില്ല. വേണ്ട, ഇത്രയും സാധനം കണ്ടോ? ഇത് നമ്മുടെ ഹരിതസേന ചേച്ചിമാർക്ക് കൊടുക്കാനുള്ളതാണ്. പക്ഷെ ചേച്ചിമാർ ഈ വഴിക്കേ വരാറില്ല. കാരണം വരുമ്പോ ഇതൊക്കെ വരുമ്പോ എടുത്ത് കൊടുക്കണം. വേണ്ട, മൊത്തം നിറഞ്ഞു കിടക്കുക. നമുക്ക് കത്തിക്കാനും പറ്റത്തില്ല അല്ലേ? ആവശ്യമുള്ളപ്പോ ആരും വരത്തില്ല. ചിരിക്കുന്നു. അത് ഇഷ്ടമാണോ അങ്ങനെ ആക്കുന്നത്? നീ കുളിപ്പിക്കാൻ എങ്ങനെ പഠിച്ചേ കുഞ്ഞിനെ കുളിപ്പിക്കാൻ? അതാ വെച്ചാ എവളാ ഏറ്റവും കൂടുതൽ കുളിപ്പിച്ചിട്ടുള്ള? കുഞ്ഞിനെ നീര് കുളിപ്പിക്കുന്ന ഒരു വട്ടം ആദ്യത്തെ കുറച്ച് ഒരു 1-2 ആഴ്ച. പിന്നെ നമ്മള് പ്രസവരക്ഷയ്ക്ക് പോയപ്പോ അവിടെ കുളിപ്പിച്ച്. പിന്നെ ആ 1 മാസം കഴിഞ്ഞപ്പോ തൊട്ട് 28 തൊട്ട് ഞാൻ ഇഷ്ടമാട്ടോ. അതല്ല, ചിലപ്പോ ഞങ്ങക്ക് ഗ്യാസ് ഒക്കെ പോകും. കാലൊക്കെ ഇങ്ങനൊക്കെ അങ്ങോട്ട് ആക്കുമ്പോ ഞങ്ങക്ക് ഗ്യാസ് ഒക്കെ പോകും ഇടയ്ക്ക് അല്ലേ? അപ്പൊ നമ്മുടെ ലഞ്ച് ഇതേ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇതാകുമ്പോഴത്തേക്ക് അമ്പൂട്ടൻ്റെ കുളിച്ച് നല്ല പുതിയ ഉടുപ്പ് നിക്കറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അടി. അപ്പൊ തുറക്ക്. എന്തായി അവതാരം? നമ്മുടെ കുക്കർ ഇച്ചിരി ജാമ. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ കുക്കർ ഉറക്കാൻ പറ്റത്തുള്ളൂ.
അവിടെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ മിക്സിയിൽ അരക്കുന്നില്ല. മിക്സിയിൽ എന്തിനാ അരക്കുന്നത്? നല്ലോണം ഉടക്കുന്നുണ്ടല്ലോ നീ. ചിലർ ഡാലിടുവേ, ഞാൻ ഡാലിട്ടില്ല. ഡാലിടുന്നത് നല്ലതാ. ഇതിപ്പോൾ അവന് ഫസ്റ്റ് ടൈം അല്ലേ കൊടുക്കുന്നേ, അതൊക്കെ ഒരു പൊടിക്കൊച്ചിന് ഇത്രയും വേണ്ടല്ലോ. ഏട്ടൻ യൂഷ്വലി വെള്ളം കൂടുതലാകുന്നുണ്ട്. വെള്ളം ഇപ്പൊ വേണം ഞങ്ങൾക്കത്. മണം അത്ര അടിക്കുന്ന അത് ഞൂഞ്ഞിറങ്ങുന്നു, നാക്കൊക്കെ വെളിയിടുന്നു കൊതിയൻ. ഞാൻ ആദ്യം ഇച്ചിരി ഉടച്ചിട്ട് അവനെ മാറ്റിയിട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് ഉടച്ചിട്ട് വരാം. അമ്പൂട്ടിനെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടി ഒഴിക്കുക കേട്ടോ. നെയ്യ് വേണം, ശുദ്ധമായ പശുവിൻ നെയ്യ്. ഈ മുതുക്ക് ചോറ് ഇരിക്കുന്നത് ഇത്ര ഇരിക്കുന്നത്. എങ്ങനെയാണ് നമ്മളിത് 27 മണിക്കൂറിൽ ഇങ്ങനെ ഫുൾ ഡേ ഇരിക്കുന്നത് അറിയാൻ വയ്യ. പഴം കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഏട്ടൻ കുറച്ച് ഇരുന്നോളും. പട്ടിടിയാ വിശന്നിട്ട് വയ്യ കൈസ്. ഉള്ളതെങ്കിൽ ഇതെങ്കിൽ ഇത് ഞാൻ ഇതേലും തിന്നും കേട്ടോ. ഉപ്പും ഒരു മസാല ഒന്നും ഇല്ല, കണ്ടിട്ട് ഒരു മണവും ഇല്ലാതെ നമുക്ക്. ഇതേ എന്തിന് മൃദുല ഡെക്കറേഷനൊക്കെ നീ എടുക്ക്. നമ്മുടെ ഫുഡ് ഇപ്പൊ ഇവിടെ എത്തും. നമ്മുടെ ഫുഡ് ഇപ്പൊ ഇവിടെ കിട്ടും. ചോടും, അവിച്ച ചോട്, അമ്മയുടെ അവിച്ച ചോട്. ഉറക്കം ഇനി കുളിച്ചിട്ട് ഇനി ഉറക്കമാണ്. ഫുഡ് കഴിച്ച് നല്ലൊരു ഉറക്കമുണ്ട് കേട്ടോ അമ്പൂട്ടാൻ. അതൊരു ശീലമാണ്. ഇഷ്ടപ്പെട്ടില്ലടി, അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ മുഖം അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടായിരിക്കും അവൻ കഴിക്കുമ്പോൾ. ഫസ്റ്റ് എക്സ്പ്രഷൻ തന്നെ ഇത് എന്ത് തേഞ്ഞ ഫുഡാണെന്ന് അവൻ്റെ റിയാക്ഷൻ. വലിയ റിയാക്ഷൻ ഇല്ലടി അവന്. എനിക്ക് വേണ്ട. ടേസ്റ്റ് ചെയ്യാൻ കേസ് കുഴാതിരിക്കുക കേട്ടോ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പിട്ടാ മതി. ഞാൻ ഇങ്ങനെ കഴിക്കൂല. ഇതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ മസാല ഒക്കെ ഇട്ട സെറ്റ്. അതായത് ഞാൻ വിചാരിച്ച സാധനം ഒട്ടും കൊള്ളത്തില്ലായിരിക്കുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യത്തെ ആ ഒരു ടേസ്റ്റ് ആദ്യമായിട്ട് കൊടുക്കുമല്ലേ. ഇനി ഉച്ചയ്ക്ക് ഇനി ഒരാഴ്ചത്തേക്ക് തന്നെ ആയിരിക്കും. ബ്രോക്കോളി വാങ്ങാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കണ്ടി കൊള്ളാം. എന്തോ രാവിലെ പഴം അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കി ഒരു ടേസ്റ്റ് ഇല്ലാതായി പോയി അല്ലേ. അതില്ല, നമ്മുടെ പഴം നല്ല പഴുത്തില്ല. എങ്ങനെയുണ്ട്? ഇനി അമ്പൂട്ട ഞാൻ തിന്ന ഫുഡ് നിങ്ങളും തിന്നില്ലേ? നിങ്ങൾ തിന്നുന്ന ഫുഡ് മതി വയറ് വെച്ചു. പാലും കൊടുത്ത് കുറച്ച് കൊടുത്താൽ മതി. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഫുഡ് കഴിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് വായി വയ്ക്കാൻ കൊള്ളത്തില്ലായിരിക്കുമെന്ന്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്പൂട്ടനും കഴിച്ചു. തോനെ കൊടുത്തില്ല കേട്ടോ. അവ ആൾറെഡി പാലൊക്കെ കുടിച്ച് വയറ് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈവനിങ് ഇതണക്കുള്ള നടപ്പ എന്നും പതിവാണ്. എന്നും നടക്കും ഇതണക്ക്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കുറച്ച് നേരം പുറത്തൊക്കെ സൺലൈറ്റൊക്കെ നമുക്ക് കുറച്ച് നേരം നടക്കും. ഇന്ന് വലിയ വെയിലില്ല കേട്ടോ, മഴക്കോളുണ്ട്. നല്ല അത്യാവശ്യം നല്ല മഴക്കോളുണ്ട്. ചെമ്പു നോക്ക് ഇഷ്ടമാണ് കേട്ടോ. പുറത്തേക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നോക്കുന്നുണ്ടോ? ഒബ്സർവേഷൻ ഇനി ഫുള്ളിങ്ങനെ സ്കാൻ ചെയ്യും ചുറ്റും നടന്ന്. അപ്പോൾ നമ്മൾ വണ്ടി അകം പൊടിയായി കഴിഞ്ഞാൽ പുറത്ത് പൊടി പിന്നെയും കുഴപ്പമില്ല. അകത്ത് പൊടിയായി കഴിഞ്ഞാൽ AC ഇടുമ്പം കുഞ്ഞ കൊള്ളയല്ലേ. നമുക്ക് ഈ മൈന്യൂട്ട് പൊടികളുണ്ട്, അത് നമുക്ക് AC ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ കിടന്ന് പറക്കും. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങുന്ന നേരം കൊണ്ട് ഞാൻ പോയി വണ്ടിയൊക്കെ കഴുകിയിട്ട് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് രാത്രിത്തൊക്കെ ഉള്ള ഫുഡ് നോക്കാം. ഗൈസ്, ടൈം ടു ഡിന്നർ സുഹൃത്തുക്കളെ. അമ്പൂൻ്റെ നമ്മുടെ എല്ലാവരും ഡിന്നർ റെഡിയായി. ഞാൻ എൻ്റെ വണ്ടിയൊക്കെ പോയി കഴുകി. മഴയത്ത് വണ്ടി കഴുകി എനിക്ക് വട്ടായിരുന്നു എന്നെനിക്ക് പിന്നെ തോന്നി. വരുന്ന വഴിക്ക് മൊത്തം ചൊളിയാനും തോന്നി. നാളെ അറിയാം കേട്ടോ, ഇല്ലേ അമ്പു? അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. വിശക്കുന്നില്ലേ അമ്പൂന്? ഫുഡ് കഴിക്കാം, ഫുഡ്. അപ്പോൾ അതേ മൃദുല അടുക്കളയിലോട്ട് പോയിട്ടുണ്ട്. ഞാൻ വന്ന് കുളിച്ചു, റെഡിയായി, ഡ്രസ്സൊക്കെ മാറി. അമ്പൂട്ട് അതേ ഡ്രസ്സ് തന്നെയാണ്. എന്തൊക്കെ പറയാൻ വരുന്നുണ്ട്. അതെന്തോ റിയാക്ഷനൊക്കെ പുതിയ റിയാക്ഷൻസ് ഒക്കെ വരുന്നല്ലോ. ഈ ക്യാമറ പിടിക്കാനുള്ള പരിപാടിയാ. മൃദുവീണയിലെ മൃദുലയാണോ? എന്താണ് പരിപാടി ഇളക്കുന്നത്? അതെന്തുവാ? ചില സമയം എന്നെ കണ്ടൊരു നാണിച്ച് ചിരിയൊക്കെയാ. നമ്മളെ തമ്മിൽ ലവ് ആണ്, അച്ഛൻ അറിയത്തില്ലല്ലോ. നമ്മളെ തമ്മിൽ ലവ് ആണല്ലോ.
അപ്പൊ ഗൈസ് എടി അമ്പൂട്ടന് ബിരിയാണി ഇഷ്ടമാണ്, ചിക്കൻ ബിരിയാണി. ഫ്രിഡ്ജ് ചിക്കി ഇരിപ്പുണ്ട്. ആ അവന് ഇഷ്ടമുള്ളതിലൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുള്ള മൃദുലേ. ഒരു വയസ്സ് കഴിഞ്ഞിട്ട് കൊടുക്കാം. അല്ല നമ്മൾ അവന് ഇഷ്ടമുള്ളതിൽ ഇപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറില്ല. നീ എന്തോ ഇങ്ങനെ അവനാണോ ഇഷ്ടം അവന്റെ അച്ഛനാണോ ഇഷ്ടം? അവന്റെ അച്ഛന് ഇഷ്ടം, അവന്റെ അച്ഛന്റെ ഇഷ്ടം നോക്കണ്ടേ. ഞാൻ 3-4 വട്ടം കഴിക്കും. നമ്മൾ നേരത്തെ കൊടുത്ത് വെച്ച റാഗിയെ. ആ റാഗി പൊടിയും കിട്ടുമല്ലോ. റാഗി പൊടിയും കിട്ടും, പക്ഷെ ഇതായിരിക്കും ഇത് മുളപ്പിക്കുന്നതൊക്കെ ഇതായിരിക്കും നല്ലത്. ഇതിനകത്ത് പഴം, റാഗി പഴം, നട്ട്സ് പൊടിയാണ് ഇടേണ്ടത്. നട്ട്സ് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ബദാം 2 എണ്ണം ഇട്ടെ. എന്നിട്ട് മതി, അരച്ചെടുത്താൽ മതി. ഓടിക്കോ മിക്സി 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 പേടിയാ. എടാ പേടിച്ചൂറി, നീ ആണുങ്ങളെ വില കളയല്ലോ. മിക്സി ഒക്കെ പേടിയാണോ? ഞെട്ടി നോക്ക് അങ്ങോട്ട്. എനിക്ക് മിക്സി പേടിയാണോ? പേടിട്ടുണ്ടാ? ആ പോട്ട്, നീ ആണുങ്ങളെ വില കളയും കേട്ടോ അമ്പു. നമ്മള് മിക്സി ഒന്നും ഇങ്ങനെ പേടിക്കരുത്. പിന്നെ അതിലോട്ട് പോയപ്പം കരച്ചിട്ട് മാറിയുണ്ടോ? ഇനി നീ എന്റെ അടുത്ത് വന്നേക്കില്ലേ, നീ ഞാനും കൂട്ടുകെട്ടി കേട്ടല്ലോ. അച്ഛൻ അങ്ങനെ പടയില്ല, എനിക്ക് ചങ്കടാവും. അച്ഛനെയും വേണം അമ്മയും വേണം. പോടാ അവിടുന്ന്. ചട്ടമ്പി ഇല്ലടി, ഇപ്പൊ യൂസ്ഡ് ആയിട്ടോ. നോക്കുന്നില്ല, അപ്പൊ അധികം സൗണ്ട് വരുമെന്ന് മനസ്സിലായി. അതെന്തോ സാധനം അപ്പു? അയ്യോ ലൈറ്റോടെ കത്തിയതാ. ചൂടായില്ലായിരുന്നു കേട്ടോ. പച്ചക്ക് എന്നാടി ചുമ്മാ തൊട്ടേക്ക് നല്ല ടേസ്റ്റ്. ആദ്യം പഴം പറയാൻ എന്തോടി ഇത് പൂപടോ? ചുമ്മാ ഏട്ടനൊരു ഷേപ്പ് ചെയ്ത ഷേപ്പില്ലാത്തോളെ നീ എന്ത് വേല? ഒരു പൂ പോലെ. ഇതൊരു റോസാപ്പൂ, ഇതിന്റെ 2 ഇതള്, ഇത് തണ്ട്. അമ്മ കാണിച്ചിരിക്കുന്ന കലാവിരുത് കണ്ടാ അവര് കണ്ണ് കാണുന്നു. ഷാർജയുടെ ടേസ്റ്റ്. റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടോ? ആ അടിപൊളി സൂപ്പർ സാധനം. മൃദുലേ അടിപൊളി പഴം, നല്ല മധുരമുണ്ട്. കൊള്ളാം അമ്പു. സൂപ്പർ. അപ്പൊ ഗൈസ് നമ്മള് ഹാപ്പി ആയിട്ട് നമ്മുടെ ഈ ഒരു ബ്ലോഗും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഡിന്നറും കഴിച്ചിട്ട് നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ രാവിലത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദോശയാണ് കേട്ടോ. ദോശ നല്ല കിട്ടലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലുള്ള റെഡി കാണുന്നവരേ ബൈ. കടിക്കാൻ വരുമോ ഉമ്മ? നിങ്ങൾ കടിക്കാൻ വരുമോ കേട്ടോ.